നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ചന്ദ്രയാൻ അതേപോലെ സൂര്യൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ആദിത്യ പോലെയുള്ള ദൗത്യങ്ങളിലൂടെ ഇന്ത്യക്കാരുടെ അഭിമാനം സൂര്യനോളം ഉയർത്തിയിരിക്കുകയാണ് ISRO എന്നുള്ളത്. അപ്പോൾ ഈ ISROയിൽ ജോലി നേടുക എന്നുള്ളത് ഒത്തിരി ആളുകളുടെ വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ മുതലുള്ളവർക്ക് ISROയിൽ ജോലി നേടുന്ന സ്വപ്നങ്ങളുണ്ട്. മലയാളികൾക്ക് ISROയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണെങ്കിലും അതിൻ്റെയൊക്കെ മുഖ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ റോക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC ഒക്കെയുടെ മുഖ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്താണ്. അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അബ്ദുൽ കലാമിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലൊരു പങ്ക് തിരുവനന്തപുരത്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ISROയിൽ ജോലി നേടുവാനായിട്ടുള്ള 5 വഴികളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ ISROയിൽ സയൻറ്റിസ്റ്റ് പോലെയുള്ള ജോലികൾ മാത്രമല്ല, മറ്റ് എത്രയോ മേഖലകളിൽ അസിസ്റ്റൻ്റ്, ക്ലർക്ക് വരെയുള്ള ജോലികൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ധരിച്ചതുപോലെ ഈ +2 സയൻസ് പഠിച്ചവർക്ക് മാത്രമല്ല ISROയിൽ അവസരങ്ങളുള്ളത്. ഈ BTech അല്ലെങ്കിൽ MTech പോലെയുള്ള പഠനങ്ങളോടൊപ്പം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കും എന്തിന് വിവിധ വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് BCom BSc ഒക്കെ കഴിഞ്ഞവർക്ക് ISROയിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ ISROയിൽ എത്തുവാനായിട്ട് സഹായകരമായ 5 വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ISROയിൽ സ്പേസ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഒക്കെ ആയിട്ട് ജോലി നേടുവാനായിട്ടുള്ള ആദ്യത്തെ മാർഗം അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം നമ്മുടെ തിരുവനന്തപുരം വലിയ മലയിലുള്ള IISTയിൽ പഠിക്കുക എന്നുള്ളതാണ്. IIST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. 2007 ആരംഭിച്ചതാണ്. ISRO നേരിട്ട് ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നമ്മുടെ APJ അബ്ദുൽ കലാമാണ് ആദ്യ ചാൻസലറായിട്ട് പ്രവർത്തിച്ചു വന്നത്. ഇവിടെ +2 ശേഷമുള്ള 4 ഇയർ BTech, അതല്ലെങ്കിൽ 2 ഇയർ MTech, അല്ലെങ്കിൽ PhD പോലെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി MSc അല്ലെങ്കിൽ BTech + MTech പോലെയുള്ള ഡുവൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തുടങ്ങിയൊക്കെ ഇവിടെ പഠിക്കാനായിട്ട് കഴിയും. എയറോസ്പേസ്, ഏവിയോണിക്സ്, ഫിസിക്കൽ സയൻസ്, അതല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി പോലെയുള്ള വിവിധ വിഷയങ്ങളിൽ ഇവ പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ BTechൻ്റെ അഡ്മിഷൻ JEE, അത് മെയിൻ പ്ലസ് അഡ്വാൻസ് സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. MTech കൂടുതലായിട്ട് ഗേറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ നടക്കുക. ഈ IISTയിൽ നിന്ന് BTech മിനിമം ഒരു 7.5 CGPAലെങ്കിലും നിങ്ങൾ നേടുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ISROയിൽ റിക്രൂട്ട് ചെയ്യപ്പെടും. എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ പഠനവും താമസവും ഒക്കെ സൗജന്യമായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ഈ പഠനത്തിൻ്റെയും താമസത്തിൻ്റെയും ഒക്കെ ഫീസ് തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയുക. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ IIT അല്ലെങ്കിൽ NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ, അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് മുംബൈ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഈ ISRO റിക്രൂട്ട്മെൻറ്റ് നടത്തി കുട്ടികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും ISROയിലേക്ക് എത്തുവാനായിട്ട് അവസരങ്ങളുണ്ട് എന്നറിയുക. ISROയിൽ ജോലി ലഭിക്കുവാനുള്ള 3ാമത്തെ മാർഗമാണ് ICRB എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ. ICRB എന്നാൽ ISRO സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നുള്ളതാണ്. അപ്പോൾ ISROയിലെ വിവിധ ജോലികൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസിയാണിത്. അതിൽ തന്നെ ഈ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എൻജിനീയർ തസ്തികകളിലേക്ക് ഈ BTech അല്ലെ BSc എൻജിനീയറിംഗ് ഒക്കെ ഒരു 65% മാർക്കോടെ അല്ലെ 6.84 CGPAയിൽ പാസ്സാവുന്നവർക്കായിരിക്കും എലിജിബിലിറ്റി ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലുകാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ അവസരങ്ങൾ ISROയിൽ ലഭ്യമാകുന്നത്. ISROയിൽ കൂടുതൽ അവസരങ്ങളുള്ള മറ്റൊരു തസ്തിക ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. BSc പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിൽ കഴിഞ്ഞവർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ സൈക്കോളജി, ലൈഫ് സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കൊക്കെ ഈ മേഖലകളിൽ അവസരങ്ങളുണ്ട്. ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങിയ തസ്തികകളിൽ SSLC അല്ലെങ്കിൽ ITI തുടങ്ങിയവർക്ക് അവസരങ്ങൾ ലഭ്യമാണ്.
ഇതുകൂടാതെ അക്കൗണ്ട്സ്, അഡ്മിനിസ്ട്രേഷൻ, പർച്ചേസ് തുടങ്ങിയ മേഖലകളിൽ അസിസ്റ്റൻ്റ്, അത് LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അല്ലെങ്കിൽ UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ തസ്തികകളിൽ ഈ ICRB വഴി ISROയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ബേസിക് യോഗ്യത. സാധാരണഗതിയിൽ ടെസ്റ്റിൻ്റെയും അതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നവർക്ക് ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ഇന്ത്യയിൽ നിന്ന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഈ എലിജിബിലിറ്റി നേടുന്നവർക്ക് സാധാരണഗതിയിൽ അപേക്ഷിക്കുവാൻ കഴിയും. ഓർക്കുക, ഈ ISROയുടെ പല പ്രോജക്റ്റുകൾക്കും നേതൃത്വം നൽകുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, പ്രത്യേകിച്ച് MA കോളേജ് കോതമംഗലം അല്ലെങ്കിൽ TKM കൊല്ലം പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവരാണ്. ഈ ചന്ദ്രയാൻ പ്രോജക്റ്റിൽ മാത്രം ഈ കോതമംഗലം MA കോളേജിൽ നിന്ന് ഏതാണ്ട് 55ഓളം സയൻറ്റിസ്റ്റുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാത് സമയത്ത് ഈ ISROയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ ISROയുടെ കരിയർ സൈറ്റുണ്ട്, isro.gov.in/career opportunities. ഈ സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. എന്ന് മാത്രവുമല്ല, ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് അത് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സൂചിപ്പിക്കാറുമുണ്ട്. ഇനി ISROയിൽ ജോലി ലഭിക്കാനുള്ള 4ാമത്തെ വഴി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ ISROയുടെ കീഴിൽ തന്നെ ഒട്ടനവധി യൂണിറ്റ്സും സെൻറ്റേഴ്സും ഉണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള VSSC, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഈ റോക്കറ്റുകളുടെയൊക്കെ ഡിസൈനും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണിത്. അതേപോലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ LPSC, ഇതൊന്നും അല്ലെങ്കിൽ ഈ റോക്കറ്റുകളിലൊക്കെ വിക്ഷേപണം നടത്തുന്ന ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു, അവിടെയുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ SDSC, ഇതൊക്കെ വിവിധ യൂണിറ്റുകളാണ്, സെൻറ്ററുകളാണ്. അപ്പോൾ ഈ ISROയുടെ വിവിധ സെൻറ്ററുകൾ, യൂണിറ്റുകൾക്കൊക്കെ അവരുടേതായ വെബ്സൈറ്റും കരിയർ സൈറ്റും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് അതാത് സമയത്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അങ്ങനെയുള്ള പല നോട്ടിഫിക്കേഷനുകളും നമ്മുടെ ചാനലിൽ നമ്മൾ പലപ്പോഴും നൽകാറുമുണ്ട്. ഒരുപക്ഷേ പത്രമാധ്യമങ്ങളിലും ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റ് വാർത്തകൾ കാണാറുമുണ്ട്. ഓർക്കുക, ഇവിടെയൊക്കെ പല ടൈപ്പ് അവസരങ്ങൾ ലഭ്യമാകും. താൽക്കാലിക അവസരങ്ങളും അതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള അവസരങ്ങളുമുണ്ട് എന്നുള്ള കാര്യം അറിയുക. 5ാമത്തെ അവസരം അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അതായത് അപേക്ഷ ക്ഷണിക്കാതെ തന്നെ അങ്ങോട്ടേക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമാനമായ മേഖലയിൽ MTech അല്ലെങ്കിൽ MSc, MS ഒക്കെ കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ PhD ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ CV അവരുടെ റിക്വയർമെൻറ്റിൻ്റെ മാച്ചിങ് ആണെങ്കിൽ ഒരുപക്ഷെ അവർ ടെസ്റ്റ് പോലും ഇല്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ അവിടങ്ങളിലെ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ISROയിൽ ജോലി നേടുവാൻ സഹായകരമായ 5 മാർഗങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചതെങ്കിൽ, ഇനി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഉള്ള ISROവുമായി ബന്ധപ്പെട്ട ഒരു നല്ല അവസരം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം, യുവിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. ഇതിലൂടെ ISROയിൽ ജോലി ലഭിക്കുകയല്ല, മറിച്ച് ISRO സന്ദർശിക്കുന്നതിനും അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിലെ മാർക്ക്, അതിന് 50% വെയിറ്റേജ് ലഭിക്കും. പിന്നെ മറ്റ് ചില എക്സ്ട്രാ കരിക്കുലർ നേട്ടങ്ങളും, ഉദാഹരണത്തിന് അവരുടെ ഒരു ഓൺലൈൻ ക്വിസ് ഉണ്ട്, അതിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ സയൻസ് ഫെയറിലെ പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ഇതൊരു 10-12 ദിവസത്തെ ഒരു സമ്മർ ക്യാമ്പ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും ISRO ആയിരിക്കും വഹിക്കുക. ഇതിലൂടെ ISROയെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടൊക്കെ സഹായകരമാകും. ഓർക്കുക, ഈ ISROയിലെ ജോലിക്ക് നല്ല സോഷ്യൽ സ്റ്റാറ്റസും ഗ്ലാമറും ഒക്കെ ഉണ്ടെങ്കിലും ഈ ശമ്പളം അത്ര വലിയ മികച്ചതാണ് എന്ന് പറയുവാൻ കഴിയില്ല. ISRO ചെയർമാൻ്റെ ശമ്പളം അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു. പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ് ശമ്പളം. ഇതൊരു നല്ല ശമ്പളമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് കമ്പനികളുടെ CEOമാരുടെയൊക്കെ ശമ്പളവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കോടികൾ അവർ ശമ്പളം പ്രതിമാസം നേടുമ്പോൾ 2.5 ലക്ഷം രൂപ എന്നുള്ളത് പ്രതിമാസം കുറവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ISROയിൽ ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് എന്നും നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓർക്കുക, ISROയിലേക്ക് ജോലിയിലേക്ക് എത്തുവാൻ സഹായകരമായ 5 മാർഗങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റ് പല അവസരങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ISROയിൽ ജോലി ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിൽ നിന്നുള്ളവരാണെങ്കിൽ, ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിലും അതിനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി അതിനൊന്ന് ട്രൈ ചെയ്ത് സ്വപ്നം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ശ്രമിക്കുക.
ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതുപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.